പേടിക്കണ്ട, വഴക്ക് പറയാനൊന്നുമല്ല ഞാൻ നിന്നെ വിളിപ്പിച്ചത്. നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ്. പറഞ്ഞോ? ഇല്ല, സാറ് പറയട്ടെ വിചാരിച്ചു. നിങ്ങളെല്ലാം ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിന്റർ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ്. തേങ്ങയുടെ വിലയിടിഞ്ഞു, അഖണ്ഡതയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു. ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല. വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശം കൊള്ളുന്ന വാർത്തകൾ നാം തേടിപ്പിടിക്കണം. സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം. മനസ്സിലായോ? നോക്കൂ, ഇതത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല, പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം. മേഴ്സി കൊലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം 21-ാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു. അയാളുടെ ദേഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും, നമ്മുടെ പത്രത്തിലും. 17 ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും, രവിവർമ്മയെ തൂക്കിക്കൊന്നു. നമുക്കത് മാത്രം പോരാ, രവിവർമ്മ ഇനി 17 ദിവസം കൂടെ ജീവിച്ചിരിക്കും. അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കും. തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു 4 പ്രതികൾ കൂടെ അവിടെ ഉണ്ട്. അവരെയും കാണണം, അവരുടെ കഥയും എഴുതണം. പക്ഷേ രവിവർമ്മയ്ക്കായിരിക്കണം ഇമ്പോർട്ടൻസ്. അയാളാണല്ലോ ഗ്ലാമറുള്ള കൊലപാതകം ചെയ്തത്. സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി. എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല. ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ? അങ്ങനെയൊന്നുമില്ല. ഫോട്ടോഗ്രാഫർ ചന്ദന്റെ കൂടെ അയക്കാം. അജിത്ത് ആയിരുന്നു നിനക്ക് പറ്റിയ ആൾ. പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത്ത് പോയാലേ ശരിയാവുള്ളൂ. നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ. യാത്രയ്ക്ക് താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട്.